ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മീമിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചൊഴുകുന്ന ഒരു കഥ അവതരിപ്പിക്കാൻ പോകുകയാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര. അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടിവിടമിൽ അഹ്മദ് നബിയോരിൽ സലാമുറൈത്തെ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തെ. അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടിവിടമിൽ അഹ്മദ് നബിയോരിൽ സലാമുറൈത്തെ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തെ. പതിവിനെതിരായി ചിന്താഭാരമായി മദീനയിൽ എന്തോ സംഭവിച്ചതുപോലെ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതെ, അങ്ങോട്ട് നോക്കൂ. മസ്ജിദ് നബിയുടെ ഓരത്ത് ചിന്തയിൽ ആഞ്ഞിരിക്കുന്നത് ജഅഫർ ഇബ്നു അബീ താലിബാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമായ അബൂ താലിബിന്റെ പ്രിയപുത്രൻ ജഅഫർ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജഅഫർ. കണ്ടാൽ റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ കണ്ണുകൾ, അതേ മുഖം. വരൂ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം വിടർത്തുവാൻ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പടത്തുവാൻ വിളിച്ചൊരു പൊന്നാരെ, അവരെ ശുറഹബി കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം വിടർത്തുവാൻ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പടത്തുവാൻ വിളിച്ചൊരു പൊന്നാരെ, അവരെ ശുറഹബി കൊന്നാരെ. അതെ, ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ തങ്ങളെ സുറത്കയിൽ എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. അനപൊട്ടിയ കണ്ണുനീറുകളിടയിലും ജഅഫർ ഇബ്നു അബീ താലിബ് ഒരു പുലിക്കുട്ടിയെ പോലെ ചീറ്റി. മദീനയിൽ യുദ്ധകാഹളം ഒരുങ്ങാനിരിക്കുന്നു. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? തിരുത്വാഹ നബിയുള്ള രമറായി സ്വഹാബത്തോരേ, ഇരുഭൂമിൽ അഖിലവും തോൽക്കുവാൻ മഹാനയോരേ. തിരുത്വാഹ നബിയുള്ള രമറായി സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്വജിച്ചുള്ളോരേ. സെയ്ദ് ഇബ്നു ഹാരിസ് മുന്നിൽ നിന്ന്, ജഅഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന്, ഇടുതിയിൽ അടരാടും മണ്ണിൽ ചെന്ന് ചെന്നിടം ഫിർദൗസിൽ കണിയണം റഹീമായോരേ. ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്വജിച്ചുള്ളോരേ. തിരുത്വാഹ നബിയുള്ള രമറായി സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്വജിച്ചുള്ളോരേ. അതെ, സെയ്ദ് ഇബ്നു ഹാരിസിന് വല്ലതും സംഭവിച്ചാൽ ഈ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കും. ഈ ഞാൻ തന്നെ. അല്ലാഹ് നിന്റെ ദീനിനു വേണ്ടി ആദരപൂവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഏൽപ്പിച്ചല്ലോ തമ്പുരാനെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ജഅഫർ ഇബ്നു അബീ താലിബിന്റെ കൽബുകൾ ആനന്ദത്താൽ കുതിച്ചു. എത്രയും പെട്ടെന്ന് യാത്ര ഏൽക്കണം, പ്രിയതമയോട് വിട ചോദിക്കണം. എന്റെ അസ്മ, അവളൊരു പാപമാണ്. ജീവിതത്തിന്റെ മധുപിരിയുന്ന വസന്ത രാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല തമ്പുരാനെ. എല്ലാം ഒരു ദിവസം പോലെ അസ്തമിച്ചൊടുക്കുകയാണോ തമ്പുരാനെ? എന്നവൾക്ക് ആരാണ് തമ്പുരാനെ? ഒഴുകുന്ന കണ്ണുനീരോടെ ജഅഫർ റളിയല്ലാഹു അൻഹു വീട്ടിൽ എത്തിയത് അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടും കേട്ടും അസ്മാ ബീവി തന്റെ വീട്ടിൻ പതിവാടിക്കൽ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് മാറി വിളിച്ചു, അസ്മാ, മോളെ അസ്മാ. യാത്രമൊഴി തൊണ്ടയിൽ കുടുങ്ങി. ഇത് കേട്ടപ്പോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹുവിനെ
അങ്ങനെ മാറി വിളിച്ചുകൊണ്ട് അസ്മാവി റളിയല്ലാഹു അൻഹു ആ ധീര വനിത അസ്മാവി റളിയല്ലാഹു അൻഹു ആ യോദ്ധാവിനോട് പറയുകയാണ്, ഓണം പ്രിയരേ നീ അടർക്കളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ. ഓണം പ്രിയരേ നീ അടർക്കളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ. പ്രിയരേണ്ട മറന്ന് വിളിച്ചിടാം ഞാൻ, പൂമോനതിരുണ്ടു വിളിച്ചിടാം ഞാൻ. അതെ, സെയ്ദ് ബിൻ ഹാരിസിന് വല്ലതും സംഭവിച്ചാൽ മുഅ്തദിന്റെ പടർക്കളം 100,000-ഓളം ശത്രുക്കൾ പാരാപാരം പോലെ പരന്ന് കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തിനെ തളർത്തിയില്ല. സെയ്ദ് ബിൻ ഹാരിസ് വിശുദ്ധ പതാകയുമേന്തി യുദ്ധക്കളത്തിൽ പോരാടുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷമെന്ന് പറയട്ടെ, അപ്രതീക്ഷമായി വെട്ടേറ്റുകൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ് രക്തത്തിൽ മുങ്ങി കുളിക്കുകയാണ്. തൻ്റെ വിശുദ്ധ പതാക തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് അമർദ്ദനി മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇരകണ്ട സിംഹത്തെ പോലെ ജഅഫർ ബിൻ അബീ താലിബ് ശത്രുപാലിങ്ങിലേക്ക് ഇറഞ്ഞു കയറി തലങ്ങും വിലങ്ങും നോക്കി വെട്ടി. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയിളം പോലെ പാറി നടന്നു. എന്നിട്ടോ വമ്പുറ്റ ജഫർ റളിയല്ലാഹു വീര ചാടി ഉയർന്ന് തകർക്കുന്നേ, വല്ല തിരു മഹ്മൂദ് തൃക്കോടി ഇട്ട് ചവിട്ടുന്നതാരടാ. വമ്പുറ്റ ജഫർ റളിയല്ലാഹു വീര ചാടി ഉയർന്ന് തകർക്കുന്നേ, വല്ല തിരു മഹ്മൂദ് തൃക്കോടി ഇട്ട് ചവിട്ടുന്നതാരടാ. അല്ലാഹ് ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനായ ജഅഫർ ബിൻ അബീ താലിബിന്റെ വലത് കൈ ഉടൻ തൂങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഏറെ താമസിക്കുന്നതിന് മുമ്പ് ഇടത് കൈയും അറ്റുവീണു. ഇല്ല, എൻ്റെ വലത് കൈ വെട്ടിയിട്ട്, എൻ്റെ ഇടത് കൈ വെട്ടിയിട്ട് എൻ്റെ റസൂലിന്റെ വിശുദ്ധ പതാകയെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയും ഞാൻ അനുവദിക്കില്ല. തന്നെ ഛേദിക്കപ്പെടുന്ന തണ്ടങ്ങൾക്കിടയിലൂടെ തൻ്റെ വിശുദ്ധ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ധീര യോദ്ധാവ് സമീരം നിലകൊള്ളുന്നു. കളിത്തുള്ളിയ ശത്രുക്കൾ 90-ലധികം മുറിവുകൾ ഏറ്റിട്ടും രണ്ട് കൈ മുറിച്ചിട്ടും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയ ആ ധീര യോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്, യത്തീമായി തീർന്നു പോയി എന്നും മയ്യത്ത്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പ മയ്യത്ത്, യത്തീമായി തീർന്നു പോയി ആ നിമിഷം മുതൽ കണ്ണീര്, ആ നിമിഷം മുതൽ കണ്ണീര്. പൊന്നുപ്പ ഇല്ലാണ്ട് ഉമ്മച്ചി വിരപ്പൂണ്ട്, പിരിയോനെ സങ്കടം കാണാനെന്ത്. മുഅ്തദിന്റെ പടർക്കളത്തിൽ ചെഞ്ചോര വിതരിപ്പിച്ച ജഅഫർ ബിൻ അബീ താലിബിനെ നമ്മൾ അദ്ദേഹത്തിന്റെ തണലായി നമ്മളെ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.